പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണോമസ് കോളേജിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിന് 2025 ഫെബ്രുവരി 17 തുടക്കമാകും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ വിൻസെന്റ് മാത്യു സെമിനാർ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന് പുറത്തുനിന്നും 7ഓളം വിദ്യാഭ്യാസ വിദഗ്ധരും ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നായി 18ലധികം ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധരും സെമിനാറിൽ പങ്കെടുത്തു സംസാരിക്കും. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരമുള്ള 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരിക്കും സെമിനാറിൽ വിഷയാവതരണം നടത്തുകയെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം ഏകദേശം 500ലധികം ആളുകൾ സെമിനാറിൽ പങ്കെടുത്ത് വിഷയാവതരണം നടത്തും. കോളേജിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ മജ്ലിസ് ജനറൽ സെക്രട്ടറി MP മുസ്തഫൽ ഫൈസി, സെക്രട്ടറി CP ഹംസ, ട്രഷറർ TP മുഹമ്മദ് കുട്ടി, പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഡയറക്ടർ നൌഷാദ് N, മുഹമ്മദ് റാഫി P, റഫീഖ് P, ഡോക്ടർ ദൃശ്യ എന്നിവർ പങ്കെടുത്തു. 17 മുതൽ 22 കൂടിയ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കോൺഫറൻസുകളാണ് നടക്കുന്നത് എന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ അവർക്കും നൌഷാദ് സാർ അവർക്കും പറയുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകം ചില നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കോൺഫറൻസ് നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ വലിയ പ്രൊഫസർമാരും വിദ്യാഭ്യാസ വിദഗ്ധരും ചിന്തകന്മാരുമെല്ലാം നമ്മുടെ ഈ കോൺഫറൻസുകളിൽ സംബന്ധിക്കും. സയൻസ് കോളേജ് ഓട്ടോണമസ് ഈ വരുന്ന 17-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സസ്റ്റൈനബിലിറ്റി ഇൻ ആക്ഷൻ, ഇൻസൈറ്റ്സ് ആൻഡ് ഇന്നോവേഷൻസ് അക്രോസ് ഡിസിപ്ലിൻസ് എന്ന വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു അന്താരാഷ്ട്ര കൊളോക്കിയം സംഘടിപ്പിച്ചിരിക്കുകയാണ്. 2015 മുതൽ ഐക്യരാഷ്ട്ര സഭ 2030 ആകുമ്പോഴേക്കും നേടിയെടുക്കേണ്ടുന്ന 17 ലക്ഷ്യങ്ങളടങ്ങുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുന്ന ഒരു രൂപരേഖ തയ്യാറാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പിൽ നിന്നുള്ള മോചനം, എല്ലാവർക്കും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി ഏറ്റവും അവസാനമായി ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സാർവത്രിക ഐക്യം അല്ലെങ്കിൽ സാർവത്രിക കൂട്ടായ്മ, പങ്കാളിത്തം എന്നിങ്ങനെയുള്ള 17 ലക്ഷ്യങ്ങൾ ആണ്. ഈ ലക്ഷ്യങ്ങൾ ഓരോന്നും പരസ്പര ബന്ധിതവും ഒന്ന് മറ്റൊന്ന് നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നതുമാണ്. ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ വിദഗ്ധരെ പങ്കെടുത്തുകൊണ്ട് ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ ദിവസവും ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗവേഷണ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും വിദഗ്ധരും സെമിനാർ ഗവേഷണ പ്രബന്ധങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വൈസ് ചാൻസലർ വിൻസെന്റ് തോമസ് അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വിൻസെന്റ് മാത്യു അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കൂടുതൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സെമിനാറിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 8ലധികം അക്കാദമിക് വിദഗ്ധരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 17 കൂടുതൽ പ്രൊഫസർമാർ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ കോളേജുകളിലെ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും പുറത്തെ യൂണിവേഴ്സിറ്റികളിലെ വിവിധ കോളേജുകളിലെ അധ്യാപകരും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും അവരുടെ പേപ്പറുകളും പ്രസന്റ് ചെയ്യുന്നുണ്ട്. ശരിക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അക്കാദമിക് സമ്മിറ്റാണ് ഈ തിങ്കളാഴ്ച മുതൽ നമ്മളെ ക്യാമ്പസിൽ വെച്ച് നടത്തുന്നത്. Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology.
Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapur.